ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് കിഡ് വ്ളോഗ്സ്. അപ്പം ഞാൻ എൻ്റെ അവൻ എവിടെ അയ്യോ ബോളിട് താങ്ക്സ്. അവൻ ഇന്ന് എവിടെ പോകണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പോൾ പോക്ക് ക്യാൻസലായി. അപ്പം എൻ്റെ അടുത്ത് പാർക്കിൽ വരുവാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ കളിക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പം അവൻ 10 മിനിറ്റിലെത്തും. അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ അവൻ്റെ വയറിക്കുന്നത് ഞാൻ കേൾക്കണം. സോ ഞാൻ ബൂട്ടൊക്കെ ഇട്ട് ബോളും കൈ പിടിച്ച് സൈക്കിൾ ചവിട്ടി പാർക്കിൽ പോകുന്ന വിഷ്വൽസ് അവിടെ വെച്ച് കാണിച്ചു തരാം. ഞാനപ്പോൾ പോവാൻ ബൂട്ടിട്ടു, ബാഗ് എടുത്തു, ബോൾ എടുത്തു, വെള്ളം എടുത്തു, എല്ലാം എടുത്തിന് സൈക്കിളിൽ കയറി. നല്ല ഇറക്കുക, ചവിട്ടേണ്ട ആവശ്യമില്ല ഒരുപാട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്തിയാൽ മതി. പോണ വഴിക്ക് അവിടെ വെച്ചു. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ ഇറക്കാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ഇറക്കാം. നമ്മൾ ഡെൻ്റൽ അപ്പോയിൻമെൻറ്റിൻ്റെ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഈ വഴി ഒറ്റ കൈ പിടിച്ചാൽ പോണേ. ദൈവം മേക്കാത്തോണേ. അയ്യോ, ഇനി അങ്ങോട്ടേക്ക് സേഫ് അല്ല. ഈ ഒരു വളവ് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞായിട്ടുള്ള നേരപ്പായിട്ടുള്ള വഴി, അത് കഴിഞ്ഞിട്ട് വലിയൊരു ഇറക്കുക. അത് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ജീവിതം റിസ്ക്കിലായിരിക്കും. വായ പിടിച്ച് കാണിക്കാൻ പറ്റുമോ? നോക്കാം. ഓക്കെ, ഇറങ്ങാൻ പോവാണേ. കാണാൻ പുള്ളി അവിടെ വണ്ടിക്കകത്ത് ഡോർ അടച്ച് പുള്ളി വണ്ടി സ്റ്റാർട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ പണിയാവും. ഇല്ല, പുള്ളി എടുത്തില്ല. വിഷ്വൽസ് ക്ലിയർ അല്ലായിരിക്കും, എൻ്റെ കുഴപ്പമല്ല. ഒറ്റ കൈ പിടിച്ചു പോയാൽ ഇങ്ങനെ മാത്രമേ കിട്ടത്തുള്ളൂ. അമ്മേ, എത്തി. ഇനി കുഴപ്പമില്ല. അവൻ എത്തിയോ ഇല്ലയോ എന്ന് അറിയത്തില്ല. രണ്ടിപ്പോൾ പാർക്കിലെത്തിയുണ്ട്. ഇത്ര വിജൃംഭിച്ച പാർക്കാണ്. അങ്ങനെ തന്നെയല്ലേ പറയണം. വിജൃംഭിച്ച പാർക്ക് തന്നെ. ഫുട്ബോൾ സ്റ്റേഡിയം മാത്രമല്ല, കുഞ്ഞു പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ട്. XICM. ഇവിടെ പാർക്കിൽ ഇരിക്കാനൊരു ബെഞ്ചുണ്ട്. ദൈവമേ, ഇരുന്ന്. ഇവിടുത്തെ പാർക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അവരെന്തോ മെയിൻ്റെനൻസ് എന്തോ അവിടെ നടന്നുകൊണ്ടിരിക്കുക രണ്ടുപേര്. പിന്നെ അവിടെ എന്താ കാണിക്കുള്ളൂ? അവിടെ ഒരു കുന്നുണ്ട്, നല്ല സ്ഥലം. അവിടെ എന്താ മെമ്മോറിയൽ അപ്പുറത്തുണ്ട് ഒരു മെമ്മോറിയൽ. World War II ഏതോ മരത്തില്ല, ഏതോ ഒരു വാറിന് 2 ആണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ സോൾജേഴ്സ് മരിച്ചിട്ടുണ്ട്. ഇവിടെ കൺട്രി സൈഡിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ കുറച്ച് സോൾജേഴ്സ് അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. മറ്റേ പൂക്കളൊക്കെ ഒരുപാടുള്ള ആ സ്ഥലം. അപ്പോൾ ഇത് ടെന്നീസ് കോർട്ട്. കാണുന്ന ഒരു കുഞ്ഞ് വീട് കണക്ക് സാധനം കണ്ടോ? അത് പിന്നെ മെമ്മറി ആയിട്ട് കൊടുത്ത് കുറേ മണ്ടേ. പക്ഷേ ഇവിടെ ആരും അങ്ങനെ വരാറില്ല. ഇവിടെ ഫുഡ് കഴിക്കാനും മഴ പെയ്യുമ്പോൾ കയറിയിരിക്കാനുമായിട്ടാണ് കൂടുതൽ യൂസ് ചെയ്യണേ. അപ്പം ഇവിടെ ഒരു ക്രോസ് പണിത് ദിവസമുണ്ട് അവർ, സോൾജേഴ്സിൻ്റെ പിക്ചറൊക്കെ വെച്ച്. വേണ്ടത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. വേൾഡ് വാറിൻ്റെ അല്ലായിരുന്നു, സോറി. This memorial was initiated in 2014 by Oakengage and District Royal British Legion and commemorate all those who have given their life for freedom. അവിടെ ഒരു പട്ടാളക്കാരൻ്റെ ഉണ്ട്, ഇവിടെയുണ്ട് പട്ടാളക്കാരൻ്റെ. ഇവിടെ ഒരു ബെഞ്ച്, 2 ബെഞ്ച്. ഇതൊരു ക്രോസാ ഉണ്ട്. ഒച്ച വെക്കുന്ന അപ്പുറത്തൊരു ബാറുണ്ട് അതിൻ്റെ. അപ്പം ഞാൻ ഇനി കളിക്കുന്ന സ്ഥലത്തോട്ട് തിരിച്ചു പോട്ടെ. അയ്യോ,